വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, അങ്ങനെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. തീർച്ചയായും 29 സംസ്ഥാനങ്ങൾ, 23ഓളം ഭാഷകൾ, അതിൽ ഇനിയും പ്രാദേശിക ഭാഷകൾ വേറെ. തീർച്ചയായിട്ടും പ്രാദേശിക ഭാഷകളെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ 29 ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നുകയാണല്ലേ? തീർച്ചയായിട്ടും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ പറയുന്നത് പോലെ പൂരിതമായല്ലോ. ശരിക്കും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള ആ ഒരു തത്വം ഏറ്റവും അധികം ആപ്ലിക്കബിൾ ആകുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് 130 കോടി ജനങ്ങളുള്ള, അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് ഒരു ചെറിയ സെഗ്മെന്റ് കൂടിയുണ്ട്. അത് പ്രണവമാണ്. ജ്യോതിഷത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തേടുന്ന പ്രണവത്തിന്റെ ഒരു സെഗ്മെന്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അതിഥി പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിവാഹത്തിന് മുഹൂർത്തം നോക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അത് ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തുമ്പോൾ നമ്മൾ മുഹൂർത്തം നോക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ വളരെ തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ എല്ലാം മുഹൂർത്തം നോക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരം ഉള്ള അവസരങ്ങളിൽ എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പഴയൊരു പ്രമാണമുണ്ട്, കെട്ടി ഉരുട്ടി പോകരുത്. കെട്ടുക എന്ന് പറഞ്ഞാൽ വിവാഹം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചരരാശിയിൽ കെട്ടരുത്, സ്ഥിരരാശിയിൽ ഉരുട്ടരുത്. ഉരുട്ടുക എന്ന് പറഞ്ഞാൽ ബലിയിടരുത്. സ്ഥിരരാശിയിൽ ബലികർമ്മങ്ങൾ പാടില്ല. ഉഭയരാശിയിൽ പോകരുതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് യാത്രയ്ക്ക് പുറപ്പെടുന്ന, അതാണ് ഈ മുഹൂർത്തം കുറിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത്ര മണിക്ക് പുറപ്പെട്ട് ഇത്ര മണിക്കുള്ളിൽ വീട്ടിൽ കയറണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോകരുത് എന്ന് പറയുന്നത് ഉഭയരാശിയിൽ ഒരു കാരണവശാലും വധുഗ്രഹത്തിൽ നിന്ന് വരേണ്ട ഭവനത്തിലേക്ക് യാത്ര പുറപ്പെടരുത്. ഇതാണ് ശരിക്കും കെട്ടി ഉരുട്ടി പോകരുത് എന്നുള്ള ആ ഒരു പ്രമാണം. അപ്പം ഇന്ന് ഈ മുഹൂർത്തം കൊടുക്കുമ്പോൾ പല ആചാര്യന്മാരും ചെയ്യുന്ന ഒരു സംഭവം, ദിനമധ്യ അഭിജിത്ത് എന്ന ഒരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചാണ് ദിനമധ്യം അഭിജിത്ത്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ 11:50 12:20 ഇടയ്ക്ക്, അതായത് ദിനത്തിൻ്റെ മധ്യത്തിൽ വരുന്ന 6:20 ഉദയമെങ്കിൽ ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറി വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള ദിനത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ആ ഒരു 24 മിനിറ്റാണ് ഒരു നാഴിക എന്ന് പറയുന്നത്. ഈ ഒരു നാഴികയാണ്, അത് അരമണിക്കൂറായിട്ട് കണക്ക് കൂട്ടിയിട്ട് മുഹൂർത്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സൂത്രം കണ്ടുപിടിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ ദിനമധ്യം അഭിജിത്ത്. അപ്പോൾ ദിനമധ്യം അഭിജിത്ത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിളക്കത്തിന് കൗബീനം വലിച്ചു കെട്ടുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അതായത് വയറിളക്കം വന്നു കഴിഞ്ഞാലും മരുന്ന് കഴിച്ച് മാറ്റാതെ അത് കൗബീനം കൊണ്ട് തടയാൻ പറ്റും എന്നുള്ള ചിലരുടെ മൂഢവിശ്വാസമാണ് അത്. അഭിജിത്ത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അഭിജിത്ത് എന്ന് പറയുന്ന, പണ്ട് കാലങ്ങളിലൊക്കെ വിവാഹം, രാത്രി കാലങ്ങളിലൊക്കെ വിവാഹം ഉണ്ടായിട്ടുണ്ട്, വെളുപ്പിനുണ്ടായിട്ടുണ്ട്, സന്ധ്യയ്ക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ പണ്ട് കാലങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തം ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അന്ന് കറക്റ്റായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചാണ് ഇത് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള അഭിജിത്ത് എന്ന് പറയുന്നത് ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക്, സാധാരണ ഇന്നത്തെ ജ്യോത്സ്യൻ വിഷഘടിക എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സമയമുണ്ട്. ഇതാണ് ശരിക്കും അഭിജിത്ത് മുഹൂർത്തം. അതായത് ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് വരുന്ന 4 നാഴിക 1.5 മണിക്കൂർ, ഇതാണ് ശരിക്കുള്ള അഭിജിത്ത് മുഹൂർത്തം. ഈ മുഹൂർത്തമാണ് പണ്ട് കാലങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്നത് വിഷഘടിക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വിഷഘടിക എന്ന് എഴുതുമ്പോൾ എന്തോ വേണ്ടാത്തൊരു സാധനം എന്നാണ് ഈ ജ്യോത്സ്യം ധരിക്കുന്നത്. അപ്പോൾ വിഷഘടിക എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കുള്ള അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നോക്കിയാണ് കെട്ടിയത്, അതുകൊണ്ടെല്ലാം തൃപ്തിയായെന്ന് ആരും ധരിക്കേണ്ട. ഇന്ന് തരുന്ന അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അഭിജിത്തിൽ വേറെ ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കും. കാരണം കൃത്യമായ അഭിജിത്താണെങ്കിൽ അഭിജിത്തിൽ കാര്യങ്ങൾ നടത്തിയാൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വിവാഹം നടത്തുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഏതൊരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയാലും ദേവൻ സപ്പോർട്ട് ചെയ്യുന്ന കരുതിയിട്ട് ആരും ക്ഷേത്രങ്ങളിലേക്ക് വിവാഹം കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം പണ്ട് കാലങ്ങളിലെല്ലാം അവരവരുടെ ഭവനങ്ങളിൽ തന്നെയായിരുന്നു വിവാഹമെല്ലാം നടത്തിയിരുന്നത്. ഈ അടുത്ത കാലത്ത് വന്ന പുതിയ സമ്പ്രദായമാണ് ക്ഷേത്രങ്ങളിൽ വിവാഹം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതും ഗുരുവായൂർ നടക്കുന്ന വിവാഹത്തിൽ തന്നെയാണ്. അത് ഭഗവാന്റെ കുറ്റമല്ല, കാരണം ഈ ഉദിച്ചു നിൽക്കുന്ന ഉദയരാശാധിപനാണ് ഈ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതറിയില്ലാതെ ഭഗവാനെല്ലാം കാത്തുകൊള്ളും, എൻ്റെ ഭഗവാനെ എല്ലാം കാത്തുകൊള്ളണേന്ന് പറഞ്ഞ് ഭഗവാന്റെ തലയിലേക്ക് ഈ ചുമടങ്ങ് വെച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല.
ഈ മുഹൂർത്തം നോക്കുന്നത് തന്നെ കൃത്യമായ സമയം കിട്ടാനും, കെട്ടുന്ന മുഹൂർത്തം സ്ഥിരരാശി ആയിരിക്കണം. ഇത് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ്, അതായത് നമുക്ക് ലോങ് ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്ഥിരരാശി നിർബന്ധം പിടിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്, സ്ഥിരരാശി ആയിരിക്കണം. പിന്നെ ഇപ്പോൾ സ്ഥിരരാശി കിട്ടാൻ നിർവാഹം ഇല്ലാണ്ടൊക്കെ വന്നാൽ ചിലപ്പോൾ ചരരാശിയെ കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും ഉഭയരാശി ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ പലരും കൊടുക്കുന്നത് വ്യാഴക്ഷേത്രം ആയതുകൊണ്ട് ഉഭയരാശിയിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വ്യാഴം 7 നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അതിനുള്ള മറുപടി അവർ പറയുന്നുണ്ട്. പിന്നെ ഈ മുഹൂർത്തം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അഷ്ടമത്തിൽ ഒരു ഗ്രഹവും വന്ന് നിൽക്കാൻ പാടില്ല. അഷ്ടമശുദ്ധി നിർബന്ധമാണ്. അപ്പോൾ ഇത് തന്നെ ചില ആചാര്യന്മാർ പറയുന്നത് അഷ്ടമത്തിൽ ഗ്രഹം വന്നാലേ പൂർണ്ണമാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ ഇങ്ങോട്ട് പറയും, മറ്റേ ആൾ തിരിച്ചും പറയും. അപ്പോൾ അനുഭവിക്കുന്ന ജനമാണ്, ജനത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവർ വലിയ മെടുക്കെന്ന് പറഞ്ഞ ആളുടെ അടുത്ത് തന്നെ, അപ്പോൾ ആൾ അഷ്ടമത്തിൽ ശനി എന്ന് അത് തന്നെ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കുറിച്ച് കൊടുക്കും. അപ്പോൾ അതിനകത്തൊരു പ്രമാണം വന്നിട്ടുണ്ട്, കഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമനയോ അനിഷ്ടാൽ വിധു, അതായത് ചന്ദ്രൻ അഷ്ടമത്തിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ദോഷം, ഏറ്റവും കൂടുതൽ ഉപകാരപ്രദനായ ചന്ദ്രൻ പോലും അഷ്ടമത്തിൽ വന്ന് നിൽക്കാൻ പാടില്ല എന്ന് ആചാര്യൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ ഒരു കാരണവശാലും ഒരു ഗ്രഹവും വരരുത്. പിന്നെ രാഹുകേതുക്കൾ അഷ്ടമത്തിൽ വന്നാൽ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഹുകേതുവാണ് അഷ്ടമത്തിൽ വന്നെങ്കിൽ അഷ്ടമത്തിലെ ഗ്രഹത്തിന് ചിന്തിക്കേണ്ട. മറ്റുള്ള ഏത് ഗ്രഹം വന്നാലും അഷ്ടമശുദ്ധി ഇല്ലാതെ മുഹൂർത്തം കൊടുക്കാൻ പാടില്ല. അപ്പോൾ പലർക്കും പറ്റുന്നൊരു അബദ്ധങ്ങൾ, ക്ഷേത്രങ്ങളിൽ വെച്ചാണ് മുഹൂർത്തം അല്ലെങ്കിൽ വിവാഹം തിരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതമാണ്. ഈ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഡിവോഴ്സായിട്ട് വരുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വന്നാലും ഞാൻ മുഹൂർത്ത രാശി തെറ്റിയെന്നൊന്നും ആരോടും പറയാറില്ല. കാരണം അത് നോക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. നമ്മൾ പിന്നെ നാളെ ചേരാത്താണോ മറ്റേന്ന് മാത്രമേ നോക്കാറുള്ളൂ. അല്ലാതെ കണ്ടിട്ട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഏത് ഡേറ്റിലാണ് ഏത് സമയത്താണെന്നൊന്നും പഞ്ചാംഗം എടുത്ത് നോക്കാനും നമ്മൾ മെനക്കെടാറില്ല. അത് മെനക്കെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതേപോലെ വേറൊരു ഭവിഷ്യത്ത് ഇതിനകത്തുള്ളത്, ഈ മുഹൂർത്ത രാശിയുടെ 12-ൽ ചൊവ്വ നിൽക്കുകയോ നോക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് കൂടിയുണ്ട്. അതായത് നമ്മളുടെ കേരളത്തിലൊരു പ്രസിദ്ധ നടിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു 6 മാസത്തേക്കുള്ളിൽ ഈ വണ്ടി ഓടില്ല എന്ന് പറഞ്ഞു. 6 മാസം പോയിട്ട് 3 മാസം പോലും ഓടിയില്ല, അതിന് മുമ്പ് ഡിവോഴ്സായി. അത് ആളത് പറയാനുള്ള കാരണം ആ കുട്ടിയുടെ നാളോ കെട്ടാൻ പോണോ വരേണ്ട നാളോ എന്ന് അറിഞ്ഞിട്ടല്ല പറഞ്ഞത്. മുഹൂർത്ത സമയം പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഹൂർത്ത രാശിയുടെ 12-ൽ ചൊവ്വയുടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പല ആചാര്യന്മാർക്കും ഈ ചൊവ്വ എന്താണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടോയെന്ന് പോലും അറിഞ്ഞുകൂടാ. അവർ നോക്കുന്നത് പ്രധാനമായിട്ട് ശനി ലഗ്നത്തിൽ നിന്നാൽ, അതായത് ഇപ്പോൾ പല ജ്യോത്സ്യന്മാരും ഈ തുലാമാസത്തിൽ മുഹൂർത്തം കൊടുക്കുമ്പോൾ വൃശ്ചിക രാശി കൊടുക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശനി ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ലഗ്നത്തിൽ പാപം നിൽക്കുന്നതുകൊണ്ട് പാപനുള്ള മുഹൂർത്തം കൊടുക്കില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ വൃശ്ചിക രാശിയിൽ ശനി നിന്നു എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല, കാരണം സ്ഥിരരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ശനി നിന്നിട്ട് അവിടേക്ക് നോക്കി ഇവിടേക്ക് നോക്കി നോക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ തുലാമാസത്തിലൊക്കെ നമ്മൾ മുഹൂർത്തം കൊടുക്കുമ്പോൾ 13 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ശരിക്കും വിവാഹ മുഹൂർത്തം വരുള്ളൂ. കാരണം സൂര്യൻ നീചം ചെയ്യുന്ന രാശിയാണ് തുലാം. അപ്പോൾ സൂര്യൻ്റെ അതിനീചം സംഭവിക്കുന്ന ദിവസങ്ങളാണ് ഈ 13 ദിവസം. അപ്പോൾ ഇതുപോലും അറിയാതെയാണ് ജ്യോത്സ്യന്മാർ തുലാം 1-ാം തീയതി മുതൽ ഇഷ്ടം പോലെ മുഹൂർത്തം കൊടുക്കും. ഇത് നമ്മളുടെ അടുത്താണ് വരണമെങ്കിൽ ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞാലും പാർട്ടി സമ്മതിക്കില്ല. കാരണം അവർക്ക് തിരക്കാണ്. അവർക്കിത് എങ്ങനെയെങ്കിലും ചടങ്ങ് അങ്ങ് നടത്തണം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലൊന്നും പാർട്ടി നിൽക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ നമുക്കിതൊന്നും അറിയാൻ പാടില്ല. അറിവുള്ള മിടുക്കന്മാർ ചെല്ലുമ്പോൾ അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് എടുത്ത് കൊടുത്തേക്കും. അവരുടെ ഉത്തരവാദിത്വം തീർന്നു. കാരണം അവരുടെ അടുത്ത് പോകണേലും അതൊന്നും പോകാണ്ടിരിക്കാം. കാരണം നിങ്ങൾക്ക് കണക്കൂട്ടാം. ദിനമദ്യം അഭിജിത്ത് എന്ന് പറഞ്ഞാൽ 11 മുതൽ 12:20 വരെ, അല്ലെങ്കിൽ 12:30 വരെ, അല്ലെങ്കിൽ 12:15 വരെ ഉള്ള ഒരു സമയം എന്ന് വെച്ചാൽ നമ്മളങ്ങ് കണക്കൂട്ടിയാൽ മതി. ഉദയം നോക്കാം, 6:19 ഉദയമെങ്കിൽ അതിനോട് 6 മണിക്കൂർ കൂട്ടിയിട്ട് വരുന്ന സമയമാണ് ദിനമദ്യം അഭിജിത്ത്. അപ്പോൾ അതിനുവേണ്ടി ജ്യോത്സ്യനെ കാണാൻ വേണ്ടിയതിനാ. പിന്നെ പറ്റുന്നൊരു അബദ്ധം, പലരും അവർ തന്നെ വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിട്ട് അവർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഈ നിശ്ചയിച്ച ദിവസത്തിൽ അത് ഓഡിറ്റോറിയെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഈ നിശ്ചയിച്ച ദിവസം നമ്മളങ്ങ് കുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൊക്കെ ഭേദം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം നമ്മളങ്ങ് തീരുമാനിച്ച് ചെയ്യുക. പിന്നെ ജ്യോത്സ്യൻ കുറിച്ച് കൊടുത്തിട്ട് പറ്റിയ അബദ്ധമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ തന്നെയാണ് എല്ലാം വരുത്തി കൂട്ടുന്നത്. അപ്പോൾ മുഹൂർത്തം നോക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ മുഹൂർത്തം നോക്കുക, അല്ലെങ്കിൽ നോക്കാതിരിക്കുക. ഇതിൻ്റെ ഒന്നും വിശ്വാസമില്ലാത്തവർ ഒരു കാരണവശാലും ഈ മുഹൂർത്ത പ്രക്രിയയിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. പിന്നെ അതേപോലെ ഈ മുഹൂർത്തം നോക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ ജനിച്ച മാസങ്ങളിൽ വിവാഹം വയ്ക്കാൻ പാടില്ല. അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും ജന്മമാസത്തിൽ വിവാഹം വരാൻ നോക്കണം. അതേപോലെ ജന്മാനുജന്മ നക്ഷത്രങ്ങളിലും ഒരു കാരണവശാലും മുഹൂർത്തം വരാൻ നോക്കണം.
എന്താണ് ജന്മാനുജന്മ നക്ഷത്രം എന്ന് വെച്ചാൽ? ജന്മാനുജന്മ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ദശാകാലം പറഞ്ഞു പോയപ്പോൾ അശ്വതി മകം മൂലം എന്ന് പറഞ്ഞ പോലെ അശ്വതി നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രമായ മകവും മൂലവും. അപ്പം അശ്വതിയുള്ള കുട്ടിക്ക് അശ്വതിയുടെ ഒന്നോ മൂലത്തിന്റെ ഒന്നോ മകത്തിന്റെ ഒന്നോ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല. സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ അറിയില്ലാതെ ഒത്തിരി ആചാര്യന്മാർ ഇരുന്നിട്ട് ഇതെല്ലാം കുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് അതിൻ്റെ വിശദീകരണം ചോദിച്ചാൽ അവർ പറയും അതെല്ലാം ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടാണ് നമ്മളോട് വന്ന് ചോദിച്ചത്, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ദിനമധ്യ അഭിജിത്ത് ഏതാണെന്ന് നോക്കിയാൽ കുറിച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ പറ്റി കഴിഞ്ഞിട്ട് പിന്നീട് ഡിവോഴ്സ് ആയതിൻ്റെ കാരണം അല്ലെങ്കിൽ വിവാഹത്തിന് പോയ വണ്ടി അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചു, ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അഷ്ടമത്തിൽ പാപഗ്രഹം നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ മരണമൊക്കെ സംഭവിക്കുന്നത്. പിന്നെ അതേപോലെ പെൺകുട്ടി വരൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വയ്ക്കുന്ന കുടി വയ്ക്കാമെന്ന് പറയും. ഈ കുടി വയ്ക്കുന്ന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ സമയം പരമാവധി സ്ഥിരരാശി ആയിരിക്കണം. അതായത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാതെ ഓടിപ്പോയിട്ട് ഓടി വരാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ്. ഇത് തന്നെ പല ആചാര്യന്മാരും ഉഭയരാശി സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവിടെ അധികം നാൾ നിൽക്കില്ല, തിരിച്ചു പോരും. അതും പെൺകുട്ടി കയറുന്ന സമയത്തിലും അഷ്ടമത്തിൽ ഗ്രഹം ഉണ്ടാവാൻ പാടില്ല. ഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കലഹം ഒഴിയില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ മുഹൂർത്തം നോക്കി വലിയ മിടുക്കൻ്റെ അടുത്തൊക്കെയാണ് നോക്കിയത്. പക്ഷേ ഡിവോഴ്സായി എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്കും അതിനകത്ത് കുറേ പങ്കുണ്ട്. നമ്മൾ പരസ്പരം വീട്ടുകാരെ തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല ആചാര്യനെ കണ്ട് രണ്ടു കൂട്ടർക്കും പറ്റിയ പെൺകുട്ടിയുടെ പീരീഡിൻ്റെ ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് സാധാരണ രീതിയിൽ മുഹൂർത്തമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഇത് തന്നെ ചിലർ നമ്മുടെ സമയ ലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ഗുളിക കൊടുക്കും, ഗുളിക കൊടുത്തിട്ട് പീരീഡിനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരുന്നത് വെച്ചാൽ പിന്നീട് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാകുന്ന താമസം വരുമ്പോൾ ചിലപ്പോൾ ഈ ഗുളിക ആയിരിക്കും കാരണം. ഡോക്ടർ ഒരിക്കലും ഗുളിക കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഡോക്ടറുടെ ഉത്തരവാദിത്വം നിലവിൽ എന്താ തടസ്സം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഒത്തിരി സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഹൂർത്തം കിട്ടി അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിലാണ് ചെയ്തത്, പത്മനാഭൻ്റെ മുമ്പിലാണ് ചെയ്തത്, ഭഗവാൻ കാത്തോളൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കാക്കൂല. ഉദയരാശിയാധിപനാണ് അതിൻ്റെ അധിപൻ. വൃശ്ചികൻ രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയായിരിക്കും. അപ്പോൾ ആ രാശിയുടെ അധിപനാണ് ആ സമയത്ത് നമുക്ക് തുണ വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അഷ്ടമശുദ്ധി നോക്കേണ്ടതും ഗ്രഹങ്ങളെ നോക്കേണ്ടതും പിന്നെ കുടിവയ്ക്കാൻ പോകണം നോക്കേണ്ടതും ഇത് തന്നെ ചില ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നത് മൂലം നക്ഷത്രത്തിൽ കെട്ട് കഴിഞ്ഞിട്ട് പോരാട നക്ഷത്രത്തിൽ കുടിവയ്ക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ പറയുന്ന ആചാര്യന്മാരുണ്ട്. അത് അങ്ങേരുടെ കണ്ടുപിടുത്തമാണ്, അല്ലാതെ പൂർവികാചാര്യന്മാർ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കൃത്യമായിട്ട് ദോഷമുള്ള നാളുകൾ ഒഴിവാക്കണമെന്ന് തന്നെ പറയാറ്. അതേപോലെ യമരുദ്രാഹി നക്ഷത്രങ്ങളൊക്കെ ഒഴിവാക്കണം മുഹൂർത്തമൊക്കെ എടുക്കുമ്പോൾ. ഈ ഭരണി, തിരുവാതിര, ആയില്യം, പൂരം, തൃക്കേട്ട, പൂരാടം, പൂരുട്ടാതി ഇങ്ങനെയുള്ള നാളുകളാണ് ഈ ഒഴിവാക്കേണ്ട നാളുകൾ. യമരുദ്രാഹി, മുപ്പൂരം, കേട്ട ഇവ 7 നാൾ വിതച്ചാൽ വിളയാ ഭൂമി യാത്ര പോകിൽ അവൻ വരാമെന്നാണ് അതിൻ്റെ പ്രമാണം. അപ്പം എൻ്റെ അടുത്താണ് വിവാഹ മുഹൂർത്തത്തിനൊക്കെ വന്നെങ്കിൽ ഞാൻ അനിഴം പോലും എടുക്കാറില്ല. കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു പരസ്പര ഉടമ്പടിയാണ്, ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാനുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ഈ ഉടമ്പടിക്ക് ചന്ദ്രൻ, ശുഭകാരകനായ ചന്ദ്രൻ്റെ ഗുണഫലങ്ങൾ നോക്കിയിട്ടാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ചന്ദ്രന് നീചം സംഭവിക്കുന്ന നക്ഷത്രമാണ് ഈ അനിഴം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആചാര്യനോ ഞാനൊന്നും ഈ അനിഴ നക്ഷത്രത്തിൽ പോലും മുഹൂർത്തങ്ങൾ കൊടുക്കാറില്ല. ഇത് തന്നെ പല ആചാര്യന്മാരും ഏറ്റവും ഉത്കൃഷ്ടമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വിധിയാണ്. ഈ വിധിയെ തടുക്കാൻ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ ഗ്രഹിച്ച് വെച്ചിരുന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ അതേപോലെ നമുക്ക് തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അനുയോജ്യമായ വിവാഹ മുഹൂർത്തം കിട്ടാനും നല്ല ബന്ധങ്ങൾ കിട്ടാനും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ആചാര്യനെ കണ്ട് അതിൻ്റെ തടസ്സം എന്താണോ അതെല്ലാം പരിഹരിച്ച് വിവാഹത്തിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും 101 പവൻ കൊടുക്കുന്നതിന് മുമ്പ് നല്ലൊരു ആചാര്യനെ കണ്ട് ദോഷങ്ങളൊക്കെ തീർത്തിട്ടാണ് വിടുന്നതെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബന്ധങ്ങൾ കിട്ടുകയും നല്ല രീതിയിലുള്ള ജീവിതം കിട്ടുകയും ചെയ്യും. പിന്നീട് ഒരു വർഷം, 1 മാസം, 2 മാസം, 3 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ആവണേക്കാളൊക്കെ നല്ലത്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പൈസ എല്ലാവരും വിവാഹമാമാങ്കത്തിനൊക്കെ ഒരുപാട് ചിലവാക്കുന്നുണ്ട്. പക്ഷേ വിവാഹമാമാക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും സദ്യ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞ് ഏറ്റവും കൂടി 1-2 വർഷത്തിനുള്ളിൽ കുട്ടി വീട്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതിന് നമ്മൾ പാരൻസ് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യുവ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.